Hello everyone, welcome to V&S Coding Labs, Learning by Sharing. സോ നമ്മൾ ഇന്ന് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നാണ് കാണാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഓപ്പറൻ്റ് എന്നാ ഓപ്പറേറ്റർ എന്നാന്ന് നമുക്ക് നോക്കാം. ഈ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 3 and 5 ആണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ് മൈനസ് അങ്ങനെയൊക്കെ വരുന്നതാണ്. സോ ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറൻറ്റിലോട്ട് ഓപ്പറേറ്റ് ആവുന്നതാണ്. സോ നമുക്കത് നോക്കാം. അതിന് രണ്ട് വേരിയൻ്റ് ഉണ്ട്, പ്രീഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ്. നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് പ്രീഫിക്സ് ആണ്. സോ പ്ലസ് ഐ വാല്യൂ എന്നാണ് നമ്മുടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററിനായിട്ട് കാണിക്കുന്നത്. അത് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാല്യൂ ഈക്വൽ ടു ഐ വാല്യൂ +1. അത് തന്നെയാണ് നമ്മൾ ഈ പ്ലസ് ഐ വാല്യൂ എന്ന് പറയുന്നത്. സോ എന്താണ് സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു വേരിയബിളിനെ ഒന്ന് കൂട്ടുകയാണ് ചെയ്യുന്നത് പ്ലസ് ഐ വാല്യൂ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് നമുക്കൊരു റൂളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രീഫിക്സ് ആണ്. പ്രീഫിക്സ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ പ്ലസ് ഐ വാല്യൂ ആണെങ്കിൽ ഐ വാല്യൂവിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ആ വാല്യൂ എടുത്ത് നമ്മൾ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് എക്സാമ്പിൾ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്താലും ഇതേപോലെ പ്ലസ് ഐ വാല്യൂ പോലെ മൈനസ് ഐ വാല്യൂ വരുന്നത്. മൈനസ് ഐ വാല്യൂ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ കുറയും, മറ്റേതാണെങ്കിൽ ഒരു വാല്യൂ കൂടും. സോ അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ നമുക്കിവിടെ നമ്മൾ രണ്ട് വേരിയബിൾ ആയത് ഐ പ്രീ ഇൻക്രിമെൻ്റ് എന്നും ഐ പ്രീ ഡിക്രിമെൻ്റ് എന്നും പറഞ്ഞ് നമ്മൾ രണ്ട് വാല്യൂസ് എടുത്തു. അതിനെ 7 എന്ന് അസൈൻ ചെയ്തു. ഞാൻ ആദ്യം അതിൻ്റെ പ്രീ ഇൻക്രിമെൻ്റ്, അതായത് പ്രീഫിക്സ് വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യാൻ ഞാൻ നോക്കുകയാണ്. അതിനായിട്ട് ഞാൻ പ്ലസ് ഐ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞത് ഐ റിട്ടേൺ വേരിയബിൾ എന്ന് പറഞ്ഞ വാല്യൂയിലോട്ട് എടുത്തു. അപ്പം നമ്മുടെ ഐ റിട്ടേൺ ഈക്വൽ ടു പ്ലസ് പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഫുൾ ഒരു വാല്യൂവിനെ നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ ഒരു റൂൾ പറഞ്ഞിരുന്നു, അതായത് പ്ലസ് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ പ്ലസ് എന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ടാണ് ആ വാല്യൂ നമുക്ക് ഐ റിട്ടേൺ വേരിയബിളിലോട്ട് കൊടുക്കുന്നത്. സോ നമുക്കത് ഡീബഗ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ പ്രസൻ്റ്ലി നമുക്ക് പ്രീ ഇൻക്രിമെൻറ്റിൽ 7 ആണുള്ളത്, ഐ റിട്ടേൺ വാല്യൂവിൽ നമുക്ക് 0 ആണുള്ളത്. സോ നമ്മളിത് വാച്ചിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, സോ ഞാനിതെല്ലാം വാച്ചിലേക്ക് ആഡ് ചെയ്തു. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി, നിങ്ങൾ കണ്ടല്ലോ അല്ലേ, എല്ലാത്തിൻ്റെ വാല്യൂസ് ഇപ്പോൾ 0, 7 എന്ന് പറഞ്ഞ് കിടക്കുക. സോ ഞാൻ അടുത്ത ഇതിലോട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ്. F10 ഞെക്കി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ പ്ലസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഐ പ്രീ ഇൻക്രിമെൻറ്റിൻ്റെ വാല്യൂ 8 ആയി, അതേപോലെ തന്നെ ഐ റിട്ടേണിൻ്റെ വാല്യൂ 8 ആയി. ഇനി ഞാൻ ഡിക്രിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ ഐ റിട്ടേൺ വേരിയബിൾ എന്ന് പറയുന്ന ആ വേരിയബിൾ ഞാൻ 0 ആക്കി. കണ്ടോ, നിങ്ങൾക്ക് വാച്ചിൽ കാണാം. എന്നിട്ട് ഞാൻ എൻ്റെ പ്രീ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻ്റ് എന്ന് പറയുന്നത് 7 എന്ന വാല്യൂ ആണ്. അതിനെ ഞാൻ മൈനസ് ഐ പ്രീ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കാണാം 6. സോ ഇതാണ് സംഭവിക്കുന്നത്. അതായത് ഞാൻ പ്ലസ് അതായത് പ്രീഫിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ നമ്മുടെ ഇപ്പോഴുള്ള വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് കൂടിയിട്ട് ആ ഒന്ന് കൂടിയതിനെയാണ് ഞാൻ എടുത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൻ്റെ വേറൊരു വേരിയൻ്റാണ് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്, പോസ്റ്റ് ഫിക്സ്. അന്നേരം ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും, എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് എടുത്ത് എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് ഫിക്സ് ഓപ്പറേഷൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഐ വാല്യൂ പ്ലസ് എന്നാണ് വന്നിരിക്കുന്നത്. ഐ വാല്യൂ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പ്രീ ആയിരുന്നപ്പോൾ എന്താണ്, ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമ്മുടെ ഫ്രണ്ടിലായിരുന്നു, ഇത് നമ്മുടെ ബാക്കിലാണ് വരുന്നത്. സോ സംഭവമൊക്കെ സെയിം തന്നെയാണ്, ഐ വാല്യൂ ഈക്വൽ ടു ഐ വാല്യൂ +1 തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാനതൊരു എക്സ്പ്രഷനിലാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇപ്പോഴുള്ള പ്രസൻറ്റ് വാല്യൂ എടുത്ത് ഞാൻ എൻ്റെ എക്സ്പ്രഷനിലോട്ട് അസൈൻ ചെയ്യും, എന്നിട്ടേ ഞാൻ എൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ ഐ വാല്യൂവിൽ എനിക്ക് അടുത്ത ലൈൻ ഓഫ് കോഡിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ഒന്ന് ഇൻക്രീസ് ആവും. പക്ഷേ ഞാൻ എക്സ്പ്രഷനിൽ ഇപ്പം ഞാനൊരു വാല്യൂയിലോട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ വാല്യൂ ആയിരിക്കും അവിടെ അസൈൻ ആവുന്നത്. സോ നമ്മുടെ ഈ പ്രോഗ്രാം വഴി നമുക്കത് മനസ്സിലാവും. സോ നമ്മൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചത്, നമുക്ക്
നമ്മൾ പ്ലസ് പ്ലസ് ചെയ്തപ്പോൾ അത് ഇൻക്രിമെൻ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഐ റിട്ടേൺ വേരിയബിളിൽ വന്നത്. ഇപ്പം ഞാൻ 7 ആയിരുന്നു എടുത്തതെങ്കിൽ 8 ആയിരുന്നു രണ്ടിനും ഞാൻ അത് കഴിഞ്ഞുള്ള പ്രിൻറ്റിൽ ചെയ്യുമ്പോൾ വന്നത്. പക്ഷേ പോസ്റ്റ് ഫിക്സിൽ അതിലൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് പോസ്റ്റ് ഫിക്സ് എങ്ങനെയായിരിക്കും എന്ന് നോക്കുക. സോ ഇതൊരു ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ പോലെയാണ് നമ്മൾ പ്ലസ് പ്ലസ് ഐ അല്ലെ ഐ പ്ലസ് പ്ലസ് എന്നൊക്കെ ചെയ്യുന്നത്. ഇത് നമുക്ക് അപ്ഡേഷനൊക്കെ ഇപ്പോൾ ഒരു ലൂപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അപ്ഡേഷനൊക്കെ നമ്മളിനി വരാൻ പോകുന്ന ഇതിൽ വൈല് ഡു വൈല് ഫോർ എന്നൊക്കെ പറഞ്ഞ് ലൂപ്പുകൾ യൂസ് ചെയ്യും. ആ ടൈമിൽ ഇതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് എങ്ങനെ പോസ്റ്റ് ഫിക്സ് ഓപ്പറേറ്ററിൽ സംഭവിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ വാല്യൂസ് എല്ലാം വാച്ചിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം 7 ആണ് വാല്യൂസ് കിടക്കുന്നത്. സോ ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഇപ്പോഴും ഐ റിട്ടൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ 7 ആണ്. ഇൻക്രിമെൻ്റ് ആയ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ 8 ആയി. സോ നമ്മൾ പ്രീഫിക്സ് യൂസ് ചെയ്തപ്പം രണ്ട് വാല്യൂവും ഈ ഓപ്പറേറ്റർ കഴിഞ്ഞപ്പോൾ രണ്ട് വാല്യൂ സെയിം ആയിരുന്നു. ഐ റിട്ടൺ വേരിയബിളിൻ്റെ വാല്യൂവും മറ്റേതിൻ്റെ വാല്യൂവും സെയിം ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ പ്രകാരം ആദ്യം നമ്മുടെ പ്രസൻ്റ്ലി ഉള്ള വാല്യൂ എടുത്ത് നമ്മുടെ റിട്ടേൺ എക്സ്പ്രഷനിൽ യൂസ് ചെയ്തിട്ട് രണ്ടാമത് ആണ് നമ്മുടെ വേരിയബിളിനെ ഇൻക്രിമെൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ഡിക്രിമെൻറ്റിലും ചെയ്യുന്നത്. സെയിം ആണ് നമ്മുടെ കാര്യം ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ 7 എന്നുള്ള നമ്മുടെ ആദ്യത്തെ വാല്യൂ ആണ് ഐ റിട്ടൺ വേരിയബിളിൽ കീപ്പ് ചെയ്തത്. ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ഓപ്പറേറ്റർ നടന്നത് അത് കഴിഞ്ഞാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.